ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ മാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കാം. കെ നായനാർ മുഖ്യമന്ത്രി, ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ നിയമമന്ത്രിയുമായിരുന്ന 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടം. അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചാലക്കുടിയിൽ ഒരു മുൻസിഫ് കോടതി തുടങ്ങാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുപ്പ് ജഡ്ജിയാണ് ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഹൈക്കോടതിയിലും ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂർ ജില്ലയിലെ എമ്പാടും എല്ലാ ആളുകൾക്കും അറിയാം. അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടും ചാലക്കുടിയിൽ മുനിസിപ്പൽ കോടതി തുടങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പൂ വിരിയുന്ന പോലെ ഈരാറ്റുപേട്ടയിൽ ഒരു പുതിയ കോടതി ആരംഭിക്കുന്നത്. ഈരാറ്റുപേട്ട കോടതിയുടെ ഉദ്ഘാടനം അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഓം പ്രകാശാണ് നിർവഹിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ചടങ്ങിൽ നിയമമന്ത്രി ചന്ദ്രശേഖരൻ നായരും മറ്റ് പ്രമുഖ വ്യക്തികളുമൊക്കെ പങ്കെടുത്തിരുന്നു. സംഗതി വശാൽ ശ്രീ ജസ്റ്റിസ് നാരായണക്കുറുപ്പും ഉണ്ടായിരുന്നു. കുറുപ്പ് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി ആ വേദിയിൽ പറഞ്ഞത്, ചാലക്കുടിയിൽ ഒരു കോടതി പുതുതായി ആരംഭിക്കാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈരാറ്റുപേട്ടയിൽ പുതിയ കോടതി ആരംഭിച്ചിരിക്കുന്നു. ഇത് കേട്ട് വേദിയിലുണ്ടായിരുന്ന സ്ഥലം MLA പൂഞ്ഞാർ പുലി എന്ന അന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ പൂഞ്ഞാർ വ്യാക്രം സാക്ഷാൽ PC ജോർജ് എഴുന്നേറ്റ് നിന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പിനോട് പറഞ്ഞു. നാരായണക്കുറുപ്പിനോട് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടായിട്ട് പറഞ്ഞു, ഈരാറ്റുപേട്ടയിൽ കോടതി ഉണ്ടായത് അത് PC ജോർജ് ഇവിടെ MLA ആയിരിക്കുന്നതുകൊണ്ടാണ്, ഞാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇവിടെ കോടതി ഉണ്ടായത്. അതിൽ ജഡ്ജി അദ്ദേഹം വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി വേണമെങ്കിൽ ഞാൻ ചാലക്കുടി കോടതിക്ക് വേണ്ടി ശ്രമിക്കാം, അങ്ങനെയാണ് ചാലക്കുടിയിലും കോടതി ഉണ്ടാകും എന്ന് ഇങ്ങനെ പറയാൻ PC ജോർജിനല്ലാതെ വേറെ ഒരാൾക്ക് സാധിക്കില്ല. ഏതായാലും അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിൽ കോടതി ഉണ്ടായത്. അതാണ് കഴിഞ്ഞ ദിവസം PCയുടെ മകൻ ഷോൺ ജോർജ് പറഞ്ഞ് ഈരാറ്റുപേട്ടയിൽ കോടതി ഉണ്ടാക്കിയത് PC ജോർജാണ്. അത് കേട്ടപ്പോൾ ഇവിടെയുള്ള ചില താല്പര്യ കക്ഷികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. പിന്നെ PC ജോർജല്ലേ കല്ലും മരവും കൊണ്ട് ഈരാറ്റുപേട്ടയിൽ കോടതി ഉണ്ടാക്കിയത്? അങ്ങനെയല്ല. അന്ന് മരാമത്ത് മന്ത്രി PJ ജോസഫാണ്. ജോസഫിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹം മുൻകൈയെടുത്ത് മന്ത്രിസഭാ തലത്തിൽ അനുമതി വാങ്ങി സമ്മർദ്ദം ചെലുത്തി ഹൈക്കോടതിയിൽ കൊണ്ട് അനുവാദം നൽകിച്ചു. അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിൽ കോടതി ഉണ്ടായത്. അല്ലാണ്ട് ഈരാറ്റുപേട്ട കോടതി ഈ മഴക്കാലത്ത് കൂണ് മുളയ്ക്കുന്ന പോലെ ഭൂമിയിൽ നിന്ന് തന്നെ മുളച്ചു വന്നതല്ല. ആലിപ്പഴം പൊഴിയുന്ന പോലെ ആകാശത്തുനിന്ന് വീണതുമല്ല. ആരെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കാറുണ്ടെങ്കിൽ എന്ത് കാര്യവും നമ്മുടെ നാട്ടിൽ നടക്കുകയുള്ളൂ. അത് കോടതി ആയാലും ശരിയാണ്, ഇനി PWD ഓഫീസാണെങ്കിലും ശരിയാണ്, എന്താണെങ്കിലും ശരിയാണ്. എന്തിന് ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒരാളുടെ ശ്രമമില്ലാതെ നടക്കുകയില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, PC ജോർജ് ആണ് ഈരാറ്റുപേട്ട കോടതി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതിലുള്ള യാഥാർത്ഥ്യം അതാണ്. ഇപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ PC ജോർജിന് ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചു. PC ജോർജിനല്ലാതെ ആർക്കെങ്കിലും അനുവദിക്കാൻ പറ്റുമോ? കോടതിയുടെ സ്ഥാപകനാണ് PC ജോർജ്, ഇല്ലേ? ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഈ PC ജോർജാണ് ഈരാറ്റുപേട്ടയിൽ കോടതി ഉണ്ടാക്കിയത്. അത് അവിടുത്തെ മജിസ്ട്രേറ്റിനും അറിയാം. PC ജോർജിൻ്റെ ജാമ്യാപേക്ഷ നിരസിച്ച് അദ്ദേഹത്തെ തുടർന്നും മെഡിക്കൽ കോളേജിൽ കിടക്കാൻ നിർദ്ദേശിക്കണോ അതോ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിടണോ? അതൊക്കെ ആലോചിക്കുമ്പോൾ വിവേചന അധികാരം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ഉടനെ ജാമ്യം കൊടുത്തുകളയാം. കർശനമായ വ്യവസ്ഥകൾ എന്നാണ് പറയുന്നത്. പുള്ളിക്ക് ഇത് 4ാമത്തെ കേസിലാണ് അതികർശനമായ വ്യവസ്ഥകളോടിട്ട് ജാമ്യം കൊടുക്കുന്നത്. ഏതായാലും PC ജോർജ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിലീസായി എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചിട്ടു. ജയിലിൽ നിന്നാണ് സാറിന് റിലീസാവാൻ. മെഡിക്കൽ കോളേജിൽ നിന്ന് റിലീസായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയും അദ്ദേഹം നല്ലപോലെ ചികിത്സിച്ച് അസുഖമൊക്കെ ഭേദപ്പെടുത്തി ഹൃദയമൊക്കെ അതിൻ്റെ പഴയ താളത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും കർമ്മധീരനായി മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. PC ജോർജ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിലീസാവുമ്പോൾ ആദ്യം പറഞ്ഞത്, ഈ രാജ്യത്തെ തകർക്കാൻ, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയും തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികൾക്കെതിരായിട്ട് ഇനിയുള്ള കാലം താൻ പോരാടും എന്നാണ്. അത് ഹൈക്കോടതിയുടെയും മറ്റ് കോടതികളുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സമുദായ വിദ്വേഷം പ്രചരിപ്പിക്കാത്ത രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. PC ജോർജിനെ അറിയാവുന്ന ആർക്കും അറിയാം, അദ്ദേഹം നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹം നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സമാധാനപരമായ അന്തരീക്ഷവും സമുദായ സൗഹാർദ്ദവും ഒക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട.
അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വംശത്തിൻ്റെയോ വർഗത്തിൻ്റെയോ തൊലിയുടെ നിറത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. അതൊക്കെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ പണ്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തികച്ചും ഭരണഘടനാനുസൃതമായ രീതിയിൽ നിയമാനുസൃതമായി സാമുദായ സൗഹാർദ്ദത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടാനാണ് പ്രിയപ്പെട്ട ശ്രീ PC ജോർജ് ഇപ്പോൾ സ്വയം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോട് ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. പക്ഷേ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് ഇവിടെ ചില ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. നിഷ്പക്ഷ ജിഹാദികളും പ്രത്യക്ഷ ജിഹാദികളും ഒരുപോലെ നിരാശരാണ്. അവർ നോക്കുമ്പോൾ ഉമർ ഖാലിദിന് ജാമ്യം കിട്ടിയിട്ടില്ല, ഷർജിൽ ഇമാമിന് ജാമ്യം കിട്ടിയിട്ടില്ല, OMS സലാമിന് ജാമ്യം കിട്ടിയിട്ടില്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചെയർമാനായിരുന്ന അബൂബക്കറിന് ജാമ്യം കിട്ടിയിട്ടില്ല, എന്നിട്ട് നമ്മുടെ റൌഫിന് പോലും ജാമ്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ, രാജ്യസ്നേഹികൾ തിഹാർ ജയിലിൽ കിടന്ന് ഗോതമ്പൂട്ട കഴിക്കുമ്പോൾ സമുദായ സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ച PC ജോർജ് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കോട്ടയത്തെ അഡീഷണൽ ജില്ലാ ജഡ്ജി തള്ളി, ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി നിശിതമായ പരാമർശങ്ങൾ നടത്തി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചെന്താണ്, ഇദ്ദേഹത്തെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും, കയ്യാമം വച്ച് ഈരാറ്റുപേട്ട ടൗണിൽ കൂടി നടത്തും, പുള്ളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും, ലോക്കപ്പിലിടും, അദ്ദേഹത്തിൻ്റെ മുണ്ടഴിച്ച് അണ്ടർവെയർ മാത്രമായിട്ട് ആ ലോക്കപ്പിൽ കിടക്കും. അവിടെ കിടന്ന് പുള്ളി കൊതുകടി കൊള്ളും. പിറ്റേ ദിവസം 24 മണിക്കൂറിനുള്ളിൽ എന്ന് വെച്ചാൽ പിറ്റേ ദിവസമുള്ളൂ, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് പുള്ളിയെ റിമാൻഡ് ചെയ്യും. അങ്ങനെ പുള്ളി പാലാ സബ് ജയിലിൽ പോയി കിടക്കും. പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ജാമ്യം കിട്ടുകയില്ല. പുള്ളി ഏത് കാലവും ജയിലിൽ തന്നെ കിടക്കും. മിക്കവാറും വിചാരണ കൂടാതെ പുള്ളിയെ തൂക്കി കൊല്ലാൻ വിധിക്കും എന്നൊക്കെയാണ്. ഇന്ത്യൻ പീനൽ കോഡിലായിരുന്നു വ്യവസ്ഥയില്ല. ഇപ്പോൾ പീനൽ കോഡിൻ്റെ പേര് പോലും മാറ്റി, ഭാരതീയ ന്യായ സംഹിത എന്നാക്കി. ഈ ന്യായ സംഹിതയിൽ അതിനൊന്നും വകുപ്പില്ല എന്നുള്ള ഈ പാവങ്ങൾക്ക് അറിയില്ല. അവർ വിചാരിച്ച് ഇപ്പം തന്നെ ഇയാളെ കൈക്ക് കാലിനും വില കിട്ടി അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന പോലെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും എന്നാണ്. അതൊന്നും സംഭവിച്ചില്ല. പുള്ളി പോലീസിന് പിടി കൊടുക്കുക പോലും ചെയ്തില്ല. പുള്ളി തന്നെ സ്ഥാപിച്ച പുള്ളിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈരാറ്റുപേട്ട കോടതിയിൽ അദ്ദേഹം പോയി ഹാജരായി. മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക്, അതും 24 മണിക്കൂർ വിട്ടുകൊടുത്തില്ല. സൂര്യൻ അസ്തമിക്കുന്നവരെ പോലീസിന് ചോദ്യം ചെയ്യാനുള്ള അവസരം കൊടുത്തു. പോലീസുകാർ എന്ത് ചോദിക്കാൻ, ജോർജ് സാറേ ചായ വേണോ, ചായയാണോ കാപ്പിയാണോ ഇഷ്ടം, പരിപ്പോട വേണോ പപ്പടം വേണോ എന്നൊക്കെ ചോദിച്ചു. ജോർജ് പറഞ്ഞു എന്നാ കിട്ടിയാലും കുഴപ്പമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള അഭിമുഖ സംഭാഷണം അവസാനിച്ചു. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഹൃദയസ്പന്ദനത്തിൽ ചെറിയ പൊരുത്തക്കേടുകൾ സംഭവിച്ചു. ECG നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെ കുഴപ്പമാണ്. ഉടനെ തന്നെ പുള്ളി കോട്ടയത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ICUവിൽ കുറച്ച് ദിവസം കിടന്നു. അത് കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റി. അപ്പോഴും പുള്ളിയെ ജയിലിലേക്ക് കൊണ്ടുപോയില്ല. അപ്പോഴത്തേക്ക് ഈ നേരത്തെ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഫെയർവെൽ പാർട്ടിക്കാരും ഒക്കെ കരച്ചിലായി. മുസ്ലിം ലീഗുകാർ പോലും അതിൽ കൂട്ടിച്ചേർന്നു. അവരൊക്കെ നെഞ്ചത്തടി നിലവിളിയായി. ഇതാ ഇയാളെ കൊണ്ടുപോയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, പുള്ളി ജയിലിൽ പോയിട്ടേ ഇല്ല, റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും ഫലമില്ല, പുള്ളി മെഡിക്കൽ കോളേജിൽ സന്തോഷമായിട്ട് കഴിയുകയാണ്. ഇദ്ദേഹം പണ്ട് കോട്ടയം കളക്ടറേറ്റിൽ നിരാഹാര സമരം നടത്തിയ പോലെ ആയിപ്പോയി എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി. PC അറിയാവുന്നവർക്ക് അറിയാം പുള്ളി ആരാ പോരുന്നുള്ളത്. ഏതായാലും ECG ഒക്കെ ശരിയായപ്പോഴത്തേക്കും മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ കൊതുകടി കൊള്ളാതെ ആ ചെറിയ ECG വേരിയേഷൻ്റെ പുറത്ത് പുള്ളി ഈ പോപ്പുലർ ഫ്രണ്ടുകാർ, ഫെയർവെൽ പാർട്ടിക്കാർ, അവരുടെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, നമ്മുടെ മീഡിയ വൺ ചാനലിൽ അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന ധീര വിപ്ലവകാരികളെ, ബെയിലീസ് റൂൾ ആൻഡ് ജയിലീസ് എക്സെപ്ഷൻ എന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും പറയുന്ന പ്രമോദ് രാമനെ പോലെയുള്ള ബുദ്ധിജീവികളെ, വേണുബാലകൃഷ്ണൻ പോലെയുള്ള പ്രതിഭാശാലികളൊക്കെ ലഭ്യരാക്കിക്കൊണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ വക കാര്യങ്ങളുടെ കേമത്വം എന്നിപ്പോൾ മനസ്സിലായില്ലേ. ഇതറിയാൻ പാടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പിടിക്കും, നാളെ പിടിക്കും, PC ജോർജിനെ ഓടിച്ചിട്ട് പിടിക്കും എന്നൊക്കെ വിചാരിക്കുന്നത്. ഏതായാലും സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായിട്ടുള്ള പോരാട്ടം തുടരാനായിട്ട് ഈ സംഭവം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾക്കും കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന ചില പത്രങ്ങൾക്കുമൊക്കെ പ്രകോപനം സൃഷ്ടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PC ജോർജ് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയുള്ള വിപ്ലവകരമായ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.